Hello students, all are welcome to our English class. Today we are discussing about new chapter, the rightful inheritors of the earth. Here, famous Malayalam novelist Vaikam Muhammad Bashir. He was a fiction writer, short story writer and a freedom fighter, and he was noted for down-to-earth style of writing that made him equally popular among literary critics as well as common man. This chapter, this extract is taken from famous Malayalam novel Bhumiyude Avakashigal. He was awarded the Padma Shri in 1982. Bashir was born on 1908 at Talayola Parambu. He was fondly known as Bepur Sultan. Take page number 80. Here everyone is talented and has something to contribute to the society. എല്ലാവരും തന്നെ നമ്മൾ പലതരത്തിലുള്ള ടാലൻസ് ഉള്ളവരാണ്, പലതരത്തിലുള്ള കഴിവുകളുള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ മൗണ്ടെയിൻസ് ആൻഡ് ദി സ്ക്വിറൽ എന്നുള്ള ആ ഒരു പോയത്തിൽ നമുക്ക് മനസ്സിലായതാണ്. അതുകൊണ്ട് തന്നെ മാൻ ഈസ് ഓൾവേസ് ഇൻ ദി കമ്പനി ഓഫ് എനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ഓഫൺ ഷെയർസ് ഹിസ് തോട്ട്സ്, കൺസേൺസ്, ഡൗട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് വിത്ത് ദം. നമുക്ക് പലതരത്തിലുള്ള സംഭാവനകൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും. നമ്മൾ പലതരത്തിലുള്ള ജീവികളുമായിട്ട് ഇഴുകിച്ചേർന്നിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ടർഫ്ലൈസ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, എനിമൽസ്, എല്ലാവരും നമ്മുടെ ഒരു ജീവിതവുമായിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുമായിട്ട് നമ്മളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സ് എല്ലാം തന്നെ ഷെയർ ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മളുടെ ഒരു ജീവിതം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. Let's read and enjoy a short story by Vaikam Muhammad Bashir. ഇവിടെ rightful inheritors of the earth. When I became the owner of a tiny little piece of this wide earth, I felt very happy. ഞാൻ വളരെ സന്തോഷവാനാണ്. എന്താണ് കാരണം എന്നറിയോ? ഓണർ ഓഫ് എ ടൈനി ലിറ്റിൽ പീസ് ഓഫ് ദിസ് വൈഡ് എർത്ത്. ഈ വിശാലമായ ഭൂമിയുടെ ചെറിയ ഒരു പാർട്ട് ഞാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതീവ സന്തോഷവാനാണ്. ഇറ്റ് വാസ് എ 2 acre പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് ആൻ ഓൾഡ് ഹൗസ് വേർ വി കുഡ് ലീവ്. അതുകൂടാതെ അത് 2 acre സ്ഥലവും അതുപോലെ തന്നെ കോക്കനട്ട് പാംസ്, തെങ്ങിൻ തോപ്പുകളോട് കൂടിയ പറമ്പാണ് ഉള്ളത്. ആൻഡ് ആൻ ഓൾഡ് ഹൗസ്, അതോടൊപ്പം ഞങ്ങൾക്ക് താമസിക്കാനായി ഒരു പഴയ വീടും ഉണ്ട്. വേർ വി കുഡ് ലീവ്. ദോസ് വെർ ദി ഡേയ്സ് വെൻ ദി പ്രൈസ് ഓഫ് കോക്കനട്ട് വാസ് ഗോയിങ് അപ്പ് ആൻഡ് ഐ വാസ് ഇൻ ഹൈ സ്പിരിറ്റ്സ് അറ്റ് ദി തോട്ട്സ് ഓഫ് ദി പാംസ് ലേഡൻ വിത്ത് കോക്കനട്ട്സ്. മറ്റൊരു കാര്യം കൂടി എനിക്ക് സന്തോഷത്തിന് വകയുണ്ട്. ഇപ്പോൾ കോക്കനട്ട്സിൻ്റെ, അതായത് തേങ്ങയുടെ വില ആ സമയത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതായത് തെങ്ങിൻ കുല, തേങ്ങയുടെ കുല അത്രയും വളരെ കൂടുതലായി കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഇത്രയും സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്രയും വസ്തുക്കൾക്ക് ഞാൻ അധിപനായല്ലോ എന്നുള്ള ഒരു തോന്നലില് ഓതർ സന്തോഷവാനായിരിക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ് നമ്മൾ തുടക്കം. ബട്ട് ദെൻ കെയിം ദി ട്രെസ്പാസേഴ്സ്. പക്ഷേ അപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്ന വിധത്തിൽ ട്രെസ്പാസേഴ്സിന്റെ കടന്നു വരുന്നത്. ആരാണ് ഈ ട്രെസ്പാസേഴ്സ്? അതിക്രമിച്ച് കയറുന്നവർ. ആരായിരിക്കും ഇവിടെ അതിക്രമിച്ച് കയറിയിരിക്കുക? നമുക്ക് നോക്കാം. They did not care about the fence we had put up at the boundary. ഞാൻ ഇവരെയൊക്കെ ഒന്ന് തടയാൻ വേണ്ടി ഒരു ഫെൻസ് മീൻസ് വേലി കെട്ടിയിരുന്നു. പുട്ട് അപ്പ് അറ്റ് ദി ബൗണ്ടറി, ഒരു അതിര് വെച്ചിരുന്നു.
Moreover, they did not seem to be at all afraid of my watchdog Shan. അതിലൊക്കെ ഉപരിയായിട്ട്, moreover means അതിലൊക്കെ ഉപരിയായിട്ട്, did not seem to be at all afraid of my watchdog Shan. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ എന്ന വണ്ണം എൻ്റെ വീടിനെയും ഈ പറമ്പിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു സംരക്ഷകൻ, ഒരു കാവൽക്കാരനായിട്ട് ഒരു വാച്ച് ഡോഗിനെ, അവൻ്റെ പേര് ഷാൻ എന്നാണ്, അവനെയും നിർത്തിയിരുന്നു. ദേ ഡിഡ് നോട്ട് സീം ടു ബി കെയർ ഫോർ എനി വൺ ഇൻ ദി വേൾഡ്. പക്ഷേ ഈ ലോകത്തെ തന്നെ യാതൊരു ഭയവുമില്ലാത്ത വിധത്തിൽ, നോട്ട് ഈവൻ ദി ഗവൺമെന്റിനെ ഭരിക്കുന്ന ഭരണകൂടത്തിനെ പോലും യാതൊരു ഭയവുമില്ലാത്ത വിധത്തിൽ ഈ ട്രെസ്പാസേഴ്സ് കടന്നു വന്നിരിക്കുകയാണ്. ദ ഫസ്റ്റ് അറൈവൽസ് വേർ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. ആരൊക്കെയാണ് ഇവിടെ ആദ്യമായി കടന്നു വന്നിരിക്കുന്നത്? ബേർഡ്സും ബട്ടർഫ്ലൈസും ആണ് ഇവിടെ ട്രെസ്പാസസിന്റെ കൂട്ടത്തിൽ ആദ്യമായി കടന്നു വന്നിരിക്കുന്നത്. എ വൈഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ആൻഡ് സോ മെനി ബട്ടർഫ്ലൈസ്. ഇവിടെ പല വിധത്തിലുള്ള ബേർഡ്സും ബട്ടർഫ്ലൈസും വന്നിരിക്കുന്നു. Perched on the boughs, the birds chirped on and on. Perched means P-E-R-C-H-E-D, perched, ചേക്കേറുക എന്നാണ്. എവിടെ? ബോസിൽ, BOUGHS. ബോസ് മീൻസ് ബ്രാഞ്ചസ്, മരക്കൊമ്പുകളിലെ ചേക്കേറിയിരിക്കുകയാണ് പക്ഷികൾ. അവയുടെ ചേർപ്പിംഗ് മീൻസ് ചിലയ്ക്കുക, പക്ഷികൾ ചിലയ്ക്കുന്നതിന് ചേർപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓൺ ആൻഡ് ഓൺ, അത് കണ്ടിന്യൂസ്ലി, ഓൺ ആൻഡ് ഓൺ മീൻസ് കണ്ടിന്യൂസ്, അതിങ്ങനെ തുടർച്ചയായി ചിലച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദ ബട്ടർഫ്ലൈസ് ഫ്ലട്ടേഡ് അറൌണ്ട് ഇൻ ദി കോർട്ട്യാർഡ്. ഇവിടെ പൂമ്പാറ്റകൾ ഈ മുറ്റത്ത് നിറച്ചും ഫ്ലട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ ചിറക് വീശി പറക്കുന്നുണ്ട്. ഫ്ലാഷിംഗ് ദർ കളേഴ്സ് ഇൻ ദി സൺലൈറ്റ്, അത് സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. അതിൻ്റെ കളറ് വർണ്ണ വൈവിധ്യത്തിലുള്ളതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അതിന് സൂര്യപ്രകാശത്തിലുള്ള ആ ശബളിമ ഇവിടെ പറയുന്നത്. ദെൻ കെയിം ദി ക്രോസ്. മറ്റൊരു ട്രെസ്പാസർ ആരാണ്? ക്രോസ് ആണ്, കാക്കകള്. കാക്കകളെ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണും. അപ്പോ കാക്കകളെ ദ റൊക്കോസ് കോയിങ്. റൊക്കോസ് മീൻസ് പരുപരുത്ത, പരുപരുത്ത അവയുടെ ശബ്ദം കോയിങ് എന്നാണ് പറയുന്നത്. കോയിങ് വാസ് അൺബിയറബിൾ. സഹിക്കാൻ കഴിയുന്നതിലേറെയായിരുന്നു. ബിയറബിൾ അല്ല, ബിയറബിൾ മീൻസ് സഹിക്കാൻ കഴിയുന്നത്. അൺബിയറബിൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ കഴിയുന്നതിലേറെയുള്ളതിനാണ് പറയുന്നത് അൺബിയറബിൾ. ദാൻ ദി റാക്കറ്റ് ഓഫ് അതർ ബേർഡ്സ്. മറ്റ് പക്ഷികളെക്കാളും കുറച്ചുകൂടെ പരുപരുത്ത, റോക്കോസ് ആയിട്ടുള്ളതാണ് കാക്കയുടെ ശബ്ദം. ബട്ട് ദി വേഴ്സ് വാസ് ദാറ്റ് ദേ മിസ്ഡ് നോ ചാൻസ് ടു സൂപ്പ് ഡൗൺ ഓൺ അവർ ഹാൻഡ്സ് ആൻഡ് ചീക്സ്. ഇവിടെ ഇതിലൊക്കെ മോശമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിസ്ഡ് നോ ചാൻസ് ടു സൂപ്പ് ഡൗൺ ഓൺ അവർ ഹാൻഡ്സ് ആൻഡ് ചീക്സ്. ഈ കോഴികളെയും, അതായത് പിടക്കോഴികളെയും കോഴിക്കുഞ്ഞുങ്ങളെയും സൂപ്പ് ചെയ്യാൻ വേണ്ടി, അവയെ കൊത്തിയെടുത്ത് പറക്കാൻ വേണ്ടി, സൂപ്പ് ചെയ്യാൻ, റാഞ്ചിയെടുക്കാൻ വേണ്ടി ഡൗൺ ഓൺ ഈ പക്ഷികളൊക്കെ തന്നെ, അതായത് കാക്കയും അതുപോലെ പരുന്തും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ് അല്ലേ. ബട്ട് ദി വേഴ്സ് വാസ് ദാറ്റ് ദേ മിസ്ഡ്. അതിനുള്ള ചാൻസ് ഒന്നും അത് മിസ്സാക്കാത്ത വിധത്തിൽ നോക്കി നിൽക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് ടു arrive were the hawks, birds that perched on our coconut palms. ഇവിടെ ഹോക്സ് എന്ന് പറഞ്ഞാൽ പരുന്ത് എന്നും കഴുകൻ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. ഈ പക്ഷികളുടെ കൂട്ടത്തിലുള്ള ഹോക്സും ഒക്കെ തന്നെ പേർച്ച് ചെയ്യാണ്, ചേക്കേറിയിരിക്കുന്നതാണ്. കോക്കനട്ട് പാംസ്, തെങ്ങിന്റെ മുകളില് ഏറ്റവും മുകളിലത്തെ ഭാഗത്തായിട്ടാണ് ഇത്തരത്തിലുള്ള പക്ഷികൾ നിൽക്കുന്നത്, പരുന്തും കഴുകനും ഒക്കെ. However, while they sat in higher plains, ഉയർന്ന ആ ഉപരിതല പ്ലെയിൻസിൽ നിൽക്കാൻ എന്തുകൊണ്ടാണ് കാരണം? their aims were just as low down in the dust. അവരെ ഏറ്റവും ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഏറ്റവും താഴെയുള്ള കാര്യത്തിലായിരിക്കും അതിന്റെ എയിം, ലക്ഷ്യം അല്ലെ. നമുക്കറിയാം, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ചിറകിൽ നിന്നും മാറുന്ന കുറച്ചൊരു കാലഘട്ടം വരെ ഏത് നിമിഷവും കൊത്തിയെടുത്ത് പറക്കാൻ വേണ്ടി പരുന്തും കഴുകനും വട്ടമിട്ട് പറക്കുന്നുണ്ടാവും അല്ലെ. അപ്പോ ഇവിടെ അതുപോലെ ഏറ്റവും താഴെയുള്ള ആ ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ്
ഇവിടെ പരുന്തുകളും കഴുകന്മാരും കാത്തിരിക്കുകയാണ്. ദ ഹോക്സ് ആൻഡ് ദി ക്രോസ് ഹാഡ് ദി സെയിം അജണ്ട. ക്രോസിനും ഹോക്സിനും, ഇവിടെ കാക്കയ്ക്കും അതുപോലെ കഴുകനും അല്ലെങ്കിൽ പരുന്തിനും സെയിം അജണ്ടയാണ്. അജണ്ട മീൻസ് കാര്യപരിപാടികൾ. ദ സെയിം അജണ്ട വൈ ദേ വാച്ച്ഡ് ആൻഡ് വെയിറ്റഡ്. അവ കാത്തിരിക്കുകയാണ്, അവ നിരീക്ഷണ ബുദ്ധി, വളരെ നിരീക്ഷണ പാഠമുള്ളവരാണ് ഈ ഹോക്സ് ഒക്കെ. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്, എപ്പോഴാണ് ഞങ്ങൾക്ക് സൂപ്പ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ റാഞ്ചി എടുക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ ചിക്സിനെയും അല്ലെങ്കിൽ ഹെൻസിനെയും എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ ഈ പക്ഷികൾ. നോട്ട് വെർ ദേ എലോൺ. അവര് തനിച്ചല്ല, വേറെയും ട്രെസ്പാസേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. ആരൊക്കെയാണ്? ദേ വെർ മങ്കൂസ്. മങ്കൂസ് മീൻസ് നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിയാണെന്ത്? കീരികൾ, അല്ലെ? കീരികള്. ഇൻ ദി ബാംബു തിക്കറ്റ് ആൻഡ് ദേ വെർ ഫോക്സസ് ഇൻ ദി ഷ്രബ്സ്. പിന്നെയോ അത് എവിടെയാ നിൽക്കുന്നത്? ബാംബു തിക്കറ്റ്സ്, മുളങ്കാടുകളിൽ ഒളിഞ്ഞിരിക്കുകയാണ് കീരികൾ. ആൻഡ് ദേ വെർ ഫോക്സസ് ഇൻ ദി ഷ്രബ്സ്. കുറ്റിച്ചെടികൾക്കുള്ളിൽ ആരാണ് ഇരിക്കുന്നത്? കുറുക്കന്മാര്. ക്ലോസ് ബൈ റെഡി ടു പൗൺസ് ഓൺ ദി ഹെൻസ്. സഡൻ അറ്റാക്ക് ആണ് പൗൺസ് എന്ന് പറഞ്ഞാൽ. POUNCE പൗൺസ്, സഡൻ അറ്റാക്ക്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ആര്? ക്ലോസ് ടു റെഡി പൗൺസ് ഓൺ ദി ഹെൻസ്. ഈ കോഴികളെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് കുറുക്കന്മാര്. ദെൻ ദെർ വെർ റാറ്റ്സ്. മറ്റുള്ളൊരു വർഗമാണ് എലികള്, അല്ലെ? റാറ്റ്സ് ഓഫ് കോഴ്സ് വെർ ഫൗണ്ട് എവരിവെയർ. എലികൾ എല്ലായിടത്തും കാണുന്നുണ്ട്. Even as I wondered what right all these creatures had to be on my land. ഞാൻ അത്ഭുതപ്പെടുക. അപ്പോൾ ഓതർ സ്വയം പറയുകയാണ്, ഞാൻ അത്ഭുതപ്പെടുകയാണ്. ക്രീച്ചേഴ്സ് ഹാഡ് ടു ബി ഓൺ മൈ ലാൻഡ്. എന്തുകൊണ്ടാണ് ഈ ജീവികളൊക്കെ എൻ്റെ ഈ പറമ്പില് ഇങ്ങനെ വിലസി നടക്കുന്നത്? അവരൊക്കെ എന്താ ഇവിടെ തന്നെ താമസമാക്കിയിരിക്കുന്നത്? There arrived a fierce creature without paws or wings. അപ്പോഴാണ് മറ്റൊരു ജീവി കടന്നു വരുന്നത്. ആരാന്നറിയോ? യാതൊരു ഭയവും ഇല്ലാത്ത, ഒരു കയ്യോ അല്ലെങ്കിൽ ചിറകുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരാൾ. ആരാന്നറിയോ? ഈ കോബ്ര. ഇവിടെ ഓതറ് ഈ ഒരു കോബ്രയെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഫിയേഴ്സ് ക്രീച്ചർ വിത്തൗട്ട് പോസ് ആൻഡ് വിങ്സ്. പോസ് ഓർ വിങ്സ്. ഇറ്റ് സ്റ്റുഡ് ബിഫോർ മീ ഡിഗ്നിഫൈഡ് മെജസ്റ്റിക്, ഇറ്റ്സ് ഹുഡ് സ്പ്രെഡ് ഔട്ട്. എങ്ങനെയാ വന്നിരിക്കുന്ന അറിയോ? പത്തി വിടർത്തിയിട്ടാണ് നിൽക്കുന്നത്, അല്ലെ? മജസ്റ്റിക് ആയിട്ട്, വളരെ മാന്യമായിട്ട് അതിന്റെ ഹുഡ് സ്പ്രെഡ് ഔട്ട്. ഹുഡ് മീൻസ് പത്തി വിടർത്തുന്നതിനാണ് ഹുഡ് സ്പ്രെഡ് ഔട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഹിസ്ഡ് ആസ് ഇഫ് ആസ്കിങ് മീ വാട്ട് ബിസിനസ് ഐ ഹാഡ് ഓൺ ദിസ് ലാൻഡ്. അപ്പോ എന്നോട് ചോദിക്കുന്ന മട്ടിലാണുള്ളത്, നിനക്കെന്താണ് ഇവിടെ കാര്യം എന്ന് ചോദിക്കുന്ന മട്ടില് പത്തി വിടർത്തിയിട്ട് ഓതറിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ആര്? നമ്മുടെ മൂർഖൻ അല്ലെങ്കിൽ കോബ്ര. ഐ ഹാഡ് ഓൺ ഡിഡിങ് ഇറ്റ് നോ ദാറ്റ് ഐ വാസ് ദി ന്യൂ ഓണർ. ഇതെന്താണ്? ഇവനാണോ ഇവിടുത്തെ ഇതിന്റെയൊക്കെ അധികാരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഓണർ എന്നുള്ളത് എന്ന രൂപത്തിൽ ഈ ഓതറെ വണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്. യു ഹാഡ് ബെറ്റർ ലീവ് മൈ 2 acre ലാൻഡ് അറ്റ് വൺസ് ഐ സെഡ്. അപ്പോ ഓതർ പറയുകയാണ്, നീ ഉടനെ തന്നെ ഇവിടം വിട്ട് പോകണം, അതാണ് നിനക്ക് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. ബട്ട് ദെൻ വേർ കുഡ് ഇറ്റ് ഗോ. അപ്പോ ഇയാൾ ഓതർ തന്നെ ചിന്തിക്കുകയാണ്, എങ്ങോട്ടേക്കാണ് ഇത് പോവുക? ഞാനിപ്പോ ഇതിനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഹാഡ് ഇൻ ദി ഹോൾ എർത്ത് ബീൻ ടേക്കൺ ഓവർ ബൈ മാൻ ബിറ്റ് ബൈ ബിറ്റ്. ശരിയല്ലേ? മനുഷ്യൻ അവന്റെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂമിയെ കഷ്ണമാക്കി അല്ലെ തുണ്ടമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോ ഇവിടുന്ന് ഞാൻ പോവാൻ പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെറിയ ജീവി എങ്ങോട്ട് പോകും? ഇത് ഉപദ്രവം പിടിച്ചതൊക്കെയാണ്, പക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് പോവാൻ പറഞ്ഞാൽ ഇതിന് സ്വന്തമായിട്ട് അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടോ എന്നാണ് ഓതർ ചിന്തിക്കുന്നത്. Then my wife said the jackfruit has ripened. അപ്പോഴാണ് ഭാര്യയുടെ രംഗപ്രവേശം. എന്ത് പറഞ്ഞു വന്നിട്ടെന്നറിയോ? The jackfruit has ripened. നമ്മുടെ ചക്ക പഴുത്തിട്ടുണ്ട്. Squirrels and crows are feasting on it. ഇവിടെ സ്ക്യൂറൽസിന്, അണ്ണാനും അതുപോലെ കാക്കയ്ക്കൊക്കെ സദ്യ ഒരുക്കിയിരിക്കുകയാണ് ഈ ചക്കപ്പഴം കൊണ്ട്.
ദി ഗോസ് ആൻഡ് മാംഗോസ്. ബേർഡ്സ് ആൻഡ് ബാറ്റ്സ് ആർ ഈറ്റിംഗ് അപ്പ് എവറിത്തിങ്. ഇവിടെയുള്ള പേരക്കയും മാങ്ങയും ഒക്കെ തന്നെ ഈ ജീവികളൊക്കെ തിന്നൊടുക്കുകയാണ്. ബേർഡ്സും ബാറ്റ്സും കൂടെ ഇതൊക്കെ തിന്നു തീർക്കുകയാണ്. ബട്ട് ദാറ്റ്സ് ദി ബ്യൂട്ടി ഓഫ് ഇറ്റ്, ഐ റിപ്ലൈഡ്. പക്ഷെ ഓതർ പറയാണ്, അതാണ് അതിന്റെ സൗന്ദര്യം. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഫ്രൂട്ട്സ്, edible roots, grass, grain, flowers, water, air, warmth and light. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ വിവിധതരം വസ്തുക്കൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത്? വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള പഴങ്ങളുണ്ട്. എഡിബിൾ റൂട്ട്സ് ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങള്. ഗ്രാസ് ഉണ്ട്, പുല്ലുകളുണ്ട്. അതുപോലെ ഗ്രെയിൻസ്, ധാന്യങ്ങളുണ്ട്. ഫ്ലവേഴ്സ്, പുഷ്പങ്ങളും ജലവും വായുവും അതുപോലെ ചൂടും തണുപ്പും അതുപോലെ പ്രകാശവും ഒക്കെ കൊണ്ട് ദൈവം ഈ ഭൂമിയെ അനുഗ്രഹീതമാക്കിയിരിക്കുകയാണ്. നൗ വൈൽ വി ആർ ദി ഓണേഴ്സ് ഓഫ് ദിസ് ലാൻഡ്. പക്ഷേ നമ്മൾ ഈ ഭൂമിയുടെ ഓണേഴ്സായി മാറിയിരിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ഉടമകളായിട്ട് നമ്മൾ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിത്തൗട്ട് എ ഡൗട്ട്, യാതൊരു സംശയവും ഇല്ല, the birds, bees, reptiles and insects too have a right to these things just as we have. നമ്മളെ പോലെ തന്നെ പക്ഷേ ഈ ജീവികൾക്കൊക്കെ തന്നെ, റെപ്റ്റൈൽസിന്, അതായത് ഉരകങ്ങൾക്കാണെങ്കിലും അതുപോലെ മറ്റുള്ള മൃഗങ്ങൾക്കാണെങ്കിലും ചെറിയ പ്രാണികൾക്കാണെങ്കിലും ഒക്കെ തന്നെ നമ്മളെ പോലെ തന്നെ ഇതിനുള്ള ഈ ഭൂമിയുടെ മേലെ അവകാശമുണ്ട്. ഓതർ സ്വയം തന്നെ അത് പറയുകയാണ്. God has made them for all the creatures and we had better remember that occasionally. ദൈവം ഈ നമ്മുടെ ഈ പലതരത്തിലുള്ള ജീവികളെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവർക്കും തന്നെ ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നുള്ള കാര്യത്തിൽ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും ഓർമ്മിക്കുന്നത്, സന്ദർഭോചിതമായിട്ടെങ്കിലും ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഓതറിന്റെ പക്ഷം. ആർ യു സെയിങ് rats have right as well? അപ്പോൾ ഭാര്യയ്ക്കൊരു സംശയം, നിങ്ങൾ പറയുന്ന എലികൾക്കും അവകാശം ഉണ്ട് എന്നാണോ? മൈ വൈഫ് ആസ്ക്ഡ്. ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. അവയ്ക്ക് അല്ലെങ്കിൽ മനുഷ്യന് അവകാശം ഉണ്ട് എന്നൊന്നും ചിന്തിക്കാതെയാണ് അവയുടെ പോക്ക്. ദേ ഗോ അബൌട്ട് ആസ് ദോ ദ എർത്ത് ബിലോങ്സ് ടു ദം. അവയുടേതാണ് ഭൂമി എന്നുള്ള അർത്ഥത്തിലാണ് ഈ എലികളും ഒക്കെ പോകുന്നത് എന്നാണ് വൈഫ് പറയുന്നത്. ഷീ സെറ്റ്. സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. നമുക്ക് ചുറ്റി നടന്ന് അവയെ കൊല്ലണം. ഹി ഹൗ സെഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. വാട്ട് വി നീഡ് ഈസ് എ ന്യൂ സയന്റിഫിക് വേ ഓഫ് ലിവിങ്, എ ന്യൂ വേ ദാറ്റ് ഹെൽപ്സ് അസ് ടു ലീവ് വിത്തൗട്ട് കില്ലിങ് എനി ലിവിങ് ക്രീച്ചർ. അപ്പോൾ എലികളെ കൊല്ലണം എന്ന് ഭാര്യ പറയുമ്പോൾ പക്ഷെ അങ്ങനെ ഒരു ആവശ്യമൊന്നും ഓതർക്കില്ല. വാട്ട് വി നീഡ് ഈസ് എ ന്യൂ സയന്റിഫിക് വേ. നമുക്ക് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി അവലംബിക്കണം. ലിവിങ് എ ന്യൂ വേ ദാറ്റ് ഹെൽപ്പ് us ടു ലീവ് വിത്തൗട്ട് കില്ലിങ് എനിത്തിങ്. ഒരു ജീവിയെയും കൊല്ലാതെ അവ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു ശാസ്ത്രീയ വശം ഉപയോഗിക്കുകയാണ് ഓതർ. അങ്ങനെയുള്ള ഒരു രീതി അവലംബിക്കാനാണ് ഓതറിന്റെ തീരുമാനം. എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിങ് റാറ്റ്സ്. പക്ഷേ എനിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, ടേസ്റ്റും ഇല്ല എന്തിനേയും എലികളെ കൊല്ലുന്ന കാര്യത്തിൽ. എനിത്തിങ് എൽസ്. വൈൽ ദാറ്റ് വാസ് സോ, however I had to do something soon about our coconuts. We needed them. They formed a part of our daily food, but what could I do? I wondered. പക്ഷേ I had to do something soon about our coconuts. They formed a part of our daily food. നമ്മുടെ നിത്യഭക്ഷണത്തിൻ്റെ ഭാഗമായിരിക്കുന്ന കോക്കനട്ട്, തേങ്ങ മുഴുവനും തിന്നു തീർക്കുകയാണ് എലികൾ. വാട്ട് കുഡ് ഐ ഡു? ഐ വണ്ടേർഡ്. ഞാൻ എന്തു ചെയ്യും? അവയെ കൊല്ലണം എന്ന് ഭാര്യ പറയുന്നു. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഞാൻ എന്താണ് ചെയ്യുക എന്നാണ് ഓതർ പറയുന്നത്. ഹിയർ some question answers. First question.
Why did the author feel happy? The author felt happy because he had become the owner of a tiny little piece of this wide earth. ഈ വിശാലമായ ഭൂമിയുടെ ചെറിയൊരു ഭാഗത്തിൻ്റെ ഓണറായി മാറിയിരിക്കുകയാണ് ഓത്തർ. അതുകൊണ്ട് അദ്ദേഹം വളരെ സന്തോഷവാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. But when came the trespassers, who were the trespassers? അവിടെ എത്തിച്ചേർന്ന trespassers, അതായത് അതിക്രമിച്ച് കയറിയവരെ ആരൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: the birds, butterflies, crows and hawks were the trespassers. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കേട്ട് നോക്കാം. Why did the author call the birds and butterflies trespassers? എന്തുകൊണ്ടാണ് ഓതറെ ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും ട്രെസ്പാസേഴ്സ് അല്ലെങ്കിൽ അതിക്രമിച്ച് കടക്കുന്നവർ എന്ന് വിളിച്ചത്? ആൻസർ: the author called the birds and butterflies trespassers because in spite of the fence, വേലിയെയോ അല്ലെങ്കിൽ the watchdog, they flew into the author's property without his permission. They did not seem to care for anyone in the world, not even the government. ഇവിടെ ഓതർ ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും ട്രെസ്പാസേഴ്സ് എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹം ട്രെസ്പാസേഴ്സ് കടക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയിരിക്കുന്ന വേലിയെയോ അല്ലെങ്കിൽ ആ പറമ്പിനെ കാവൽക്കാരനായി നിർത്തിയിരിക്കുന്ന വാച്ച് ഡോഗിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പെർമിഷനോ ഒന്നും ഇല്ലാതെ തന്നെ ഈവൻ ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു വസ്തുതയെയും ഭയക്കാതെ ഭരിക്കുന്ന ഭരണകൂടത്തെ പോലും ഭയമില്ലാതെ അങ്ങോട്ട് കടന്നു വന്നവരായതുകൊണ്ടാണ് ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും trespassers എന്ന് ഓതർ വിളിക്കുന്നത്. Which birds are used by the author to describe the cobra? ഇവിടെ കോബ്രയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഓതർ ഏത് വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: a fierce creature without paws and wings, dignified and majestic, with its hood spread out, it hissed as if asking the author what business he had on this land. A fierce creature without paws, കൈകളോ അല്ലെങ്കിൽ ചിറകോ ഇല്ലാത്ത, ആരെയും തന്നെ ഭയമില്ലാത്ത, വളരെ മാന്യനായിട്ട് രാജകീയമായി മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ ജീവി പത്തി വിടർത്തിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇറ്റ് ഹിസ്ഡ് ആസ് ഇഫ് ആസ്കിംഗ് ദി ഓതർ, ഓതറിനോട് പറയാണ് വാട്ട് ബിസിനസ് ഹി ഹാഡ് ഓൺ ദിസ് ലാൻഡ്, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ലാൻഡിലെ എന്ത് അധികാരമാണ് ഉള്ളത് എന്ന ഭാവത്തിൽ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ പത്തി വിടർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു ജീവിയായിട്ടാണ് ചിറകുകളോ അല്ലെങ്കിൽ കൈകളോ ഇല്ലാത്ത കോബ്രയെ ഓതർ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ദെൻ fifth question. But where could it go? Why didn't the cobra go to some other place? പക്ഷേ ഇവിടം വിട്ട് പോകണം എന്ന് പറയുമ്പോഴും why didn't the cobra go to some other place? എന്തുകൊണ്ടാണ് കോബ്ര മറ്റ് സ്ഥലങ്ങൾ തേടിപ്പോകാൻ അതിന് കഴിയാത്തത് എന്നാണ് ചോദ്യം. ആൻസർ: the cobra could not go to some other place. കോബ്ര മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം the whole earth had been taken over by man bit by bit. മനുഷ്യൻ ഈ ഭൂമിയെ തുണ്ടം തുണ്ടമാക്കി അല്ലെങ്കിൽ കഷ്ണം കഷ്ണമാക്കി സ്വന്തമാക്കിയിരിക്കുന്ന ഈ ഒരു അവസ്ഥയുള്ളത് കൊണ്ടാണ് കോബ്രയ്ക്ക് മറ്റിടം തേടിപ്പോകാൻ ഇല്ലാത്തത്. ദെൻ sixth question. Why did God create a variety of things in this universe? എന്തുകൊണ്ടാണ് ദൈവം വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ വൈവിധ്യങ്ങളുള്ള വസ്തുക്കളെ
ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? ആൻസർ: God created many things in this universe like fruits, edible roots, grass, grain, water, air, etc. for the survival of all the creatures. ഈ ഭൂമിയിലുള്ള എല്ലാ ജീവികളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും റൂട്ട്സും അതുപോലെ എയറും വാട്ടറും ഒക്കെ തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. Just like human beings, birds, bees, reptiles and insects to have a right to these things. എല്ലാ ജീവികൾക്കും മനുഷ്യനെ പോലെ തന്നെ ഇൻസെക്ട്സിനാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും അതുപോലെ ഉരകങ്ങൾക്കും എല്ലാം തന്നെ തുല്യമായിട്ടുള്ള അവകാശം ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഓതറിന്റെ വാദം.